നമ്മളിപ്പോ എന്താ പറഞ്ഞു വന്ന്? ജനദ്രോഹപരമായ ബജറ്റിനെ കുറിച്ച്. ദീർഘവീക്ഷണം ലെവലേശമില്ലാത്ത പ്രഹസനമായിരുന്നു ബഡ്ജറ്റ് എന്ന പേരിൽ ധനമന്ത്രി കാട്ടിക്കൂട്ടി. ഇപ്പോ നിത്യോപയോഗ സാധനങ്ങളായ അരി, പഞ്ചസാര, മണ്ണെണ്ണ ഇതിന്റെയൊക്കെ വില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുക. അതെ സെക്രട്ടറി, മധുചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെക്രട്ടറി MLA യുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. തീർച്ചയായിട്ടും. ഹലോ, BACL പാർട്ടി ഓഫീസ്. ആവശ്യം പാടില്ല. എന്തായി അവിടുത്തെ അവസ്ഥ? അല്ല, അത് ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളൂ. സാറിത് എവിടെ എത്തി? ഞാൻ എന്താ 5 മിനിറ്റ്. പിന്നെ വിശാലം പറയുന്നത് അവിടെ കേൾക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ചോദിക്കുന്നതിന് യെസ് ഓർ നോ പറഞ്ഞാൽ യെസ് ആണെങ്കിൽ മഹേന്ദ്രമോദി, നോ ആണെങ്കിൽ രോഹൻ ഗാന്ധി. അതെ, ബഡ്ജറ്റ് വിഷയം ചർച്ചക്കെടുത്തോ? മോദി. അനുകൂലമാണ് അവസ്ഥ. രോഹൻ ഗാന്ധി. ആ മധു വിജിത് നമ്മൾ ഇക്കാര്യത്തെ അഭിപ്രായത്തിലൊന്നുമില്ലേ? രോഹൻ ഗാന്ധി. മിക്കവാറും നമ്മള് മറുകണ്ഠം ചാടി ഭരണപക്ഷത്ത് എത്തും എന്റെ വിശാലം. സത്യം. അതുകൊണ്ട് സ്മൂത്തായിട്ടും ഒഴിവാക്കിയിരുന്നു മോദി. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മനുഷ്യചങ്ങലയുടെ ഫണ്ട് പാസ്സായിട്ടുണ്ട്. അല്ല, ഈ ഫണ്ടിന്റെ കാര്യം അവരോട് പറയണ്ടേ? രോഹൻ ഗാന്ധി, രോഹൻ ഗാന്ധി. കൈയിട്ട് വാരല്ലേ മഹേന്ദ്ര മോദി. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ താത്തി. ഓക്കെ ശരി. എന്തായിരുന്നു സെക്രട്ടറി ഫോണില്? പൊളിറ്റിക്സ്, ഡൽഹി പൊളിറ്റിക്സ്. ഓ ഭയങ്കര. നമ്മളെന്താ പറഞ്ഞു വന്നത്? ബജറ്റ്. ബജറ്റ് ജനഹിതത്തിനൊപ്പം നിൽക്കുന്ന ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനെ കുറിച്ച് സെക്രട്ടറിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നമ്മൾ നേരെ തിരിച്ചാ പറഞ്ഞു വന്നത്. മിസ്റ്റർ എംബിജിക്കോയ, കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ കാണാൻ ശ്രമിക്കൂ. BACL പാർട്ടി ഒരിക്കലും സങ്കുചിതമായി അരിയിലോ മണ്ണെണ്ണയിലോ പൂഴിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് എംബിജിക്കോയ നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചത് എന്ന് യോഗം വിലയിരുത്തുന്നു. ഉദാഹരണങ്ങൾ നിരത്തി വ്യക്തമാക്കുകയാണെങ്കിൽ, നമ്മുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ, മേശയിൽ അടിച്ചു കയറ്റുന്ന മുള്ളാണി, ചെരുപ്പിന്റെ വാർ, പിന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ അഥവാ ടോയ്ലറ്റ് പേപ്പർ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കൊക്കെ എന്നെ കണ്ടപ്പോഴേ കളഞ്ഞു. ഗുഡ് ബോയ്. കൈന്ന് വീണുപോയതാ. പ്രിയപ്പെട്ടവരെ, ഞാൻ വരാനൊരു അല്പം വൈകി. കാത്തിരുന്ന് മുഷിഞ്ഞില്ലല്ലേ? ഇരിക്കെ, എല്ലാരും ഇരിക്കെ. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഓരോ BACL പ്രവർത്തകർക്കും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നാളുകളാണ്. പുള്ളിനാട്ടുകാരുടെ ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കേന്ദ്രം നമുക്കൊരു സുവർണ അവസരം നൽകിയിരിക്കുകയാണ്. ബംഗാളിന്റെയും ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും ഒക്കെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഓരോ BACL പ്രവർത്തകരുടെ ആത്മാർത്ഥതയിൽ വിശ്വാസമർപ്പിച്ച് കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ലക്ഷങ്ങൾ മുടക്കി ചരട് വലിക്കുന്ന അന്യ സംസ്ഥാന ലോബികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ഈ ഓഫർ നമുക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത്. ഇനി ആ ഓഫർ എന്താണെന്നല്ലേ പറയാം. അടുത്ത മാസം 19-ാം തീയതി നമ്മുടെ പുള്ളിനാട്ടിലെ ബീച്ചിൽ നമ്മൾ ചങ്ങലയിട്ട് ബന്ധിക്കാൻ പോകുന്നു. മനുഷ്യ ചങ്ങല. സിറാലിയോണിലെ വൃത്തിഹീനമായ വിമാനത്താവളങ്ങളുടെ ശോചനീയ അവസ്ഥക്കെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം. എല്ലാ പുളിനാട്ടുകാരും മനുഷ്യ ചങ്ങലയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും അക്ഷീണിതരായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോ ഫണ്ടോ? അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നാട്ടുകാരുടെ സഹായഹസ്തങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങ് തിരുവനന്തപുരം വരെ ഓടിയെത്താനുള്ളതാണ്. അപ്പൊ ഞാനെന്നാ അങ്ങോട്ട്. ബഡ്ജറ്റിന്റെ കാര്യം അയ്യോ, അത് ഇതുവരെ ചർച്ച ചെയ്തില്ലേ? എന്താ മധു ഇത് ചർച്ച ചെയ്തില്ലേ? പൊതുവെ അനുകൂലമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ദുസ്സഹമാക്കുന്ന വസ്തുതകളൊന്നും തന്നെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇനി അഥവാ എന്തെങ്കിലും വിട്ടുപോയോ സെക്രട്ടറി? സിഗരറ്റ് ഇത്തവണത്തെ ബജറ്റിലെ സിഗരറ്റിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ എനിക്ക് നല്ല പരാതിയുണ്ട്.
ഈ ബജറ്റിലൊന്നല്ല, പൊതുവെ എല്ലാ ബജറ്റിലും അത് തന്നെയാണ് അവസ്ഥ. ഇതൊന്നും പോരാ, എന്റെ സിഗരറ്റ് കമ്പനിക്കാര് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടുന്ന പൈസ വേറെ. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഞാൻ സിഗരറ്റ് വലി തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പാക്കറ്റിന്റെ വിലക്കാണ് ഇന്ന് ഒറ്റൊരെണ്ണം വാങ്ങി വലിക്കുന്നത്, അതും രൊക്കം കാശ് കൊടുത്തിട്ട്. പുള്ളിനാട്ടിലെ കടകളിലൊന്നും സിഗരറ്റിന് മാത്രം കടവില്ല. എന്റെ നാടാണിത്. അത് മാത്രമോ, സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് ക്യാൻസർ കോസസ് സ്മോക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് പോരാഞ്ഞിട്ട് ഓലക്ക മൊത്തത്തൊരു ഫോട്ടോ. കടലിൽ നിന്ന് 3-ാം പക്കം പൊങ്ങുന്ന ഡെഡ് ബോഡി കാണാൻ ഇതിനേക്കാളും ഡീസന്റ് ആയി കഴിഞ്ഞില്ല. ഇനി എങ്ങനെ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയാലോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ശോകം സീനാണ്. അത് കണ്ട മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാൻ തുടങ്ങി അപ്പം തന്നെ പുറത്തു പോയി ഒരു സിഗരറ്റ് വാങ്ങി വലിച്ച് തിരിച്ചു വരും. അല്ല, ഞങ്ങൾ ഈ സിഗരറ്റ് വലിക്കുന്നവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ലേ? അത് ഞങ്ങൾ തവിട് കൊടുത്ത് മേടിച്ചാണോ? ദാ തീവണ്ടി. വിജിത്തെ നീ കുറിച്ചിട്ടോ? നിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ അന്ത്യം ദേ ഈ ചെക്കനെ കൊണ്ടായിരിക്കും. മധുവേട്ടാ